നമുക്ക് കുറച്ച് ചിതൽപുറ്റ് വെച്ചിട്ട് അതും കൊണ്ട് ക്ലേ ഉണ്ടാക്കിയാലോ. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി നമ്മൾ പറമ്പിൽ വന്നോട്ടോ. പറമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒരു സംഭവം കിട്ടി. ഇതിനെ ഞങ്ങൾ ആഞ്ഞിലി ചക്ക എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചെറുപ്പത്തിലൊക്കെ ഒത്തിരി കിട്ടുമായിരുന്നു. ഇപ്പം കിട്ടാനില്ല. കുറേ കുരങ്ങന്മാരും അതുപോലെ അണ്ണാന്മാരൊക്കെ തിന്നിട്ട് പോകാൻ കേട്ടോ. അപ്പം കിട്ടിയത് ഞാൻ അവിടെ വെച്ച് തന്നെ തുറന്നു നോക്കി. അതിലാകെ 2-3 കുരുക്കളെ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ അവിടെ തന്നെ വെച്ച് കഴിച്ചു. പിന്നെ എനിക്ക് വേറെ ഒരെണ്ണം കൂടി കിട്ടി. അപ്പോൾ അതും ഞാൻ എടുത്തു വെച്ചു അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിട്ടോ. അങ്ങനെ ദേ ചിതൽപുറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. അതിന്റെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്നുണ്ട് ആഞ്ഞിലി ചക്ക. അണ്ണാമാരൊക്കെ കടിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചിതൽപുറ്റ് എടുത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് നിറയെ ചെതിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ എടുത്തു. പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ വേറെയും കിട്ടിട്ടോ. ചിതൽപുറ്റ് പോലെ തന്നെ പാമ്പിന്റെ പുറ്റുകളും ഉണ്ടാവും. ഞാനൊരു മുൻകരുതലോടെയാണ് കേട്ടോ ഇതൊക്കെ എടുക്കുന്നത്. അപ്പൊ ചിതൽപുറ്റ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചൊക്കെ എടുക്കണം. ഞാനിത് പ്രോത്സാഹിപ്പിച്ചതല്ല. ഞാൻ എടുക്കുന്ന പോലെ ആരും എടുക്കരുത്. നമ്മൾ ഈ മണ്ണ് വെച്ചിട്ട് നമ്മൾ ഇനി ക്ലേ ഉണ്ടാക്കും. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെതലിനെ എടുത്തു. ചെതലിനെ നമ്മൾ കോഴിക്ക് കൊടുത്തു. ബാക്കി ഉണ്ടായിരുന്ന ഒരു ചക്ക ഉണ്ടായിരുന്നു കേട്ടോ, ആഞ്ഞിലി ചക്ക. അത് നമ്മൾ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. അത് നല്ല മധുരമായിരുന്നു കേട്ടോ. കുറേ കായ്കൾ ഉണ്ടായിരുന്നു. നല്ലപോലെ മധുരം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാനും കുറച്ച് കഴിച്ചു. ചെറുപ്പത്തിലൊക്കെയാണ് ഇത് ഒത്തിരി കഴിച്ചിട്ടുള്ളത്. വലുതായി പിന്നെ കിട്ടിയിട്ടേ ഇല്ല. പിന്നെ നമ്മൾ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി.